SDPI RSSന്റെ ഉൽപ്പന്നമാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. LDF SDPI ബന്ധമെന്ന രമേശ് ചെന്നിത്തലയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണ്. ന്യൂനപക്ഷത്തിന്റെ താൽപര്യം സംരക്ഷിക്കാൻ RSS മോഡൽ സംഘം ഉണ്ടാവേണ്ടതില്ലെന്നാണ് SDPIയോട് പറയാനുള്ളത്. BJPയുമായി കേരളത്തിൽ ഡീൽ ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണെന്നും MA ബേബി. SDPI എന്ന് പറയുന്നത് RSSന്റെ ഉൽപ്പന്നമാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. SDPI ഉണ്ടായതിൻ്റെ ഉത്തരവാദിത്വവും RSSനാണ് എന്ന് ഞങ്ങൾ അടിവരയിട്ട് പറയുക. ഇതിനകത്ത് CPIMന്റെയും LDFന്റെയും സമീപനം വളരെ വ്യക്തമാണ്. ഈ സംഘടനകളൊന്നുമായി ചർച്ച നടത്തി ഈ സംഘടനകളിൽ നിന്നും സഹായം സ്വീകരിക്കുന്ന ഒരു സമീപനം CPIMനോ LDFനോ ഇല്ല. സൈഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങൾ നൽകും. സൈഫ്, SDPയുമായി നേരിട്ട് ബന്ധമുണ്ടോ, SDPയുടെ വോട്ട് സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും കൃത്യമായ മറുപടി പറയാതെ ഉരുണ്ട് കളിച്ചപ്പോഴും നേരിട്ടുള്ളൊരു മറുപടി കൃത്യമായതിനകത്തൊരു സ്റ്റാൻഡ് എടുത്തയാളായിരുന്നു MA ബേബി. ഇന്നും ആ നിലപാട് അദ്ദേഹം ആവർത്തിക്കുന്നപ്പോൾ SDPI ഡീലുമായി ബന്ധപ്പെട്ട് എന്താണ് CPM എന്ന പാർട്ടിക്ക് ജനറൽ സെക്രട്ടറിക്ക് പറയാനുള്ളത്? CPMൽ നിന്ന് ഇതിനകത്ത് ഷാർപ്പായ ഒരു നിലപാട് സ്വീകരിക്കുന്നത് സൈഫുദ്ദീൻ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ജനറൽ സെക്രട്ടറി MA ബേബി മാത്രമാണ്. ഇന്നലെ തന്നെ അദ്ദേഹം ആ നിലപാട് വ്യക്തമാക്കിയിരുന്നു. SDPI എന്നുള്ളത് വർഗീയ സംഘടനയാണ്, അവരുമായി ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ധാരണയില്ല, അവരുടെ വോട്ട് വേണ്ട എന്ന സമീപനത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. ഇന്നിപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി അതിനകത്ത് വരുത്തുകയാണ്. SDPI എന്നാൽ RSS പോലെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. RSSനെ CPM എങ്ങനെയാണോ സമീപിക്കുന്നത് അതുപോലെയാണ് SDPയെ സമീപിക്കുന്നത് എന്നാണ് ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു വെക്കാൻ വേണ്ടി ശ്രമിച്ചത്. അങ്ങനെ SDPയുമായി ഏതെങ്കിലും തരത്തിലുള്ള ധാരണ ഉണ്ട് എന്ന് പറയുന്നത് അത് കുപ്രചരണമാണ് എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച SDPIയോടുള്ള സമീപനത്തിൽ ഞങ്ങൾ വരുത്തുന്നില്ല എന്നും ജനറൽ സെക്രട്ടറി പറഞ്ഞു വെക്കുന്നുണ്ട്. അതേസമയം തന്നെ മറ്റ് നേതാക്കളുടെ പ്രതികരണം കൂടി ശ്രദ്ധേയമായി നമ്മൾ നോക്കിക്കാണണം. ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഇതിനകത്ത് SDPI ഏത് വർഗീയതയോടും ഞങ്ങൾക്ക് ഒരേ നിലപാടാണെന്ന് പറയുകയും പിന്നീട് അവരുടെ വോട്ട് വേണ്ട എന്ന് പറയുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ഇന്നലെ പറഞ്ഞ അതേ മറുപടിയാണ് ഇന്നും ആവർത്തിക്കുന്നത്. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാകും, ഇത് ഞാൻ ഇവിടെയല്ല, ഞാൻ എല്ലായിടത്തും ഇത് കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വോട്ട് വേണമോ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ്. വർഗീയതയുടെ എല്ലാം ഒരേ സമീപനമാണ്, പക്ഷേ SDPയുടെ വോട്ട് വേണമോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി മുഖ്യമന്ത്രിയിൽ നിന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നും ഉണ്ടാകുന്നില്ല. അതിനകത്ത് ക്ലാരിറ്റി ഉള്ളൊരു നിലപാടുണ്ടാകുന്നത് ജനറൽ സെക്രട്ടറി MA ബേബിയിൽ നിന്ന് മാത്രമാണ് എന്നുള്ളതാണ് വസ്തുത. സൈഫ് സൈനുലാബ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.